ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാത പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സദേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCKയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2000 ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6 ലക്ഷം സൌജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ വിവിധ CDSകളിൽ 1,697 JLG ഗ്രൂപ്പുകൾ മുഖേന 1,169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1,009 JLGകൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLGകൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100ഓളം സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2026 മാർച്ച് 11 മെയ് 6 ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസകിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600-ൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 206-ന് പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 വിക്കറ്റ് നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23-നാണ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 ദിവസം നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5-നാണ്. മുൻ വർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 പോയിന്റ് നഷ്ടത്തിൽ 76,909-ലും നിഫ്റ്റി 76 പോയിന്റ് ഇടിഞ്ഞ് 24,078-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15 ലക്ഷം രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാത പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.